തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാപ്പ കേസിലെ ഒരു പ്രതി കോർപ്പറേഷൻ കൗൺസിലറായി മാറിയിരിക്കുന്നത്. എങ്ങനെ കോർപ്പറേഷൻ കൗൺസിലറായെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ അവിടെ ആ വാർഡിൽ പോകണം. പോയിട്ട് ഓരോ വീട്ടുകാരോടും ചോദിച്ചാൽ അവർ പറയും ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭ ഒരു ഭരണ സ്തംഭനത്തിലാണ്. ഈ ഭരണസ്തംഭനത്തെ മറികടക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മുനിസിപ്പൽ ആക്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തലസ്ഥാന നഗരത്തിലെ നഗരസഭ എന്ന നിലയിൽ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഒരു ഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ. രാജ്യത്തെ ഏത് നഗരത്തെയും വെല്ലുവിളിക്കുന്ന നിലയിൽ നഗരത്തെ കൊണ്ടെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വികസനത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞവരാണ്. എല്ലാ പ്രഖ്യാപനങ്ങളും ജലരേഖയായി നിൽക്കുകയാണ്. പേപ്പട്ടി ശല്യം കാരണം കുട്ടികൾക്കും നാട്ടുകാർക്കും ആർക്കും തന്നെ റോഡിൽ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. തലസ്ഥാന നഗരിയിലെ ഏത് പ്രദേശത്ത് ചെന്ന് ചിലപ്പോൾ കരമന, കളിപ്പാങ്കുളം, കിള്ളിപ്പാലം, കിഴക്കേക്കോട്ട, അങ്ങനെ ഏത് പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാലും വലിയ അഴുക്കുചാലുകളും അതുപോലെ തന്നെ ഗാർബേജും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് കഴിയുന്നില്ല. യഥാക്രമ നഗരസഭ വിളിച്ചു ചേർത്ത് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. എല്ലാം കള്ളക്കളിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കാപ്പ കേസിൽ പ്രതിയായ ഒരാളിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നല്ലല്ലോ, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരൊന്നും അല്ലല്ലോ അയാളെ കാപ്പ കേസിൽ പെടുത്തിയതോ അല്ലെങ്കിൽ അതിൽ പെട്ടതോ. അയാളുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാപ്പ കേസിലെ ഒരു പ്രതി കോർപ്പറേഷൻ കൗൺസിലറായി മാറിയിരിക്കുന്നത്. എങ്ങനെ കോർപ്പറേഷൻ കൗൺസിലറായെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ അവിടെ ആ വാർഡിൽ പോകണം. പോയിട്ട് ഓരോ വീട്ടുകാരോടും ചോദിച്ചാൽ അവർ പറയും ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന കാര്യം. ഞങ്ങൾ അവിടുത്തെ ആ വാർഡിൽ എല്ലാ വീടുകളിലും ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാപ്പ കേസിലെ ഈ പ്രതിയുടെ സവിശേഷതകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിന് വേണ്ടിയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയും ആത്മധൈര്യം കൊടുക്കുന്നതിന് വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോർപ്പറേഷൻ കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും ആ വാർഡിൽ എല്ലാ വീടുകളിലും പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം സംസ്ഥാന ഗവൺമെൻറ് ഇടപെടേണ്ടത് കോർപ്പറേഷൻ കൗൺസിലിലെ അറ്റൻഡൻസ് ബുക്ക് അടക്കം ഉള്ള കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഗവൺമെൻറ് പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. കാപ്പ കേസ് പ്രതി സുഗതനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കൗൺസിലുമായി ബന്ധപ്പെട്ട രേഖകളിൽ തിരിമറി നടത്തിയിട്ടുണ്ടെന്നുള്ള ഗൗരവമുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്.